ഈ വീഡിയോ ഡ്രിപ്പ് ഇറിഗേഷൻ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കാണാൻ ഞാൻ ഇവിടെ ഓട്ടോമാറ്റിക് സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഓപ്പണോ ക്ലോസും ചെയ്യും. ഇതിൻ്റെ മുകളിൽ ടാപ്പ് കണക്ട് ചെയ്യുക ഒരു വശത്ത്, മറ്റേ വശത്ത് മറ്റേ സപ്ലൈ ലൈൻ കണക്ട് ചെയ്യും. ഇത് ഓടുന്നതെന്ന് വെച്ചാൽ 2 ഡ്യൂറാസെൽ ബാറ്ററി വെച്ചിട്ടാണ്. ഡ്യൂറാസെൽ ബാറ്ററി ഇവർ തന്നെ കൂടെ തരുന്നതായിരിക്കും നമ്മുടെ കൂടെ. ഇത് കഴിഞ്ഞാൽ വേറെ ഡ്യൂറാസെൽ ബാറ്ററി മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതുകൊണ്ട് മാത്രമേ ഓടുകയുള്ളൂ. ഇപ്പോൾ ഇത് ഓഫ് പൊസിഷനിലാണ്. അതിനുശേഷം ഇപ്പോൾ കാണാം വലതുവശത്ത് നമുക്ക് ഓഫ് അങ്ങനെ പല നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് പറഞ്ഞാൽ എത്ര നേരം വെള്ളം വീഴണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 1 മിനിറ്റിൽ വയ്ക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ വെള്ളം വീഴും. പിന്നെ ഓൺ ചെയ്യാം, മാനുവലി വെള്ളം വീണുകൊണ്ടേ ഇരിക്കും. നമുക്ക് എന്നിട്ട് ഓഫ് ചെയ്താൽ മാനുവലി അത് ഓഫ് ആവും. അങ്ങനത്തെയാണ് വലതുവശത്തുള്ള ആ ഒരു നോബ്. പിന്നെ ഇടതുവശത്തുള്ള നോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ വീഴണം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ 1 മണിക്കൂറിലൊരിക്കൽ. നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. ആ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആവും. ഇപ്പോൾ കാണുന്ന പോലെ ഇതുപോലെ ബ്ലിങ്ക് ആകുമ്പോഴാണ് സെറ്റായി എന്ന് അറിയുന്നത്. അപ്പോൾ ഇതിപ്പം ആഴ്ചയിൽ എല്ലാ ആഴ്ച 1 മിനിറ്റ് എന്ന് വെച്ചാൽ ഇന്ന് തൊട്ട് അടുത്ത ആഴ്ചയിൽ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇന്ന് അപ്പം തന്നെ ഉടനെ സ്റ്റാർട്ടാവില്ല വെള്ളം വീഴാൻ, അടുത്ത ഇതിലേ സ്റ്റാർട്ടാവുള്ളൂ. ഇപ്പോൾ ഞാനിതിൽ എല്ലാ 2 മണിക്കൂറിൽ 3 മിനിറ്റ് നേരം വെള്ളം വീഴണമെന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിന് ശേഷം മാത്രമേ തുടങ്ങുകയുള്ളൂ. പിന്നെ ഇതിലൊരു ഡിലേ ബട്ടണുണ്ട്. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വേണ്ട, അന്ന് വീഴേണ്ടെന്നാണെങ്കിൽ ഡിലേ അടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ സ്കിപ്പാവും. പിന്നെ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ 3 ദിവസത്തിൽ 1 മിനിറ്റ് എനിക്ക് വെള്ളം വീഴണമെന്നാണ്. കാരണം ഇത് 1 മിനിറ്റ് മിനിമം ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത്. കുറേ അധികമില്ല. പിന്നെ കുറച്ച് കണക്റ്റിവിറ്റി ഇഷ്യൂസ് ഉണ്ട്, കണക്ഷനിലൊക്കെ കുറച്ച് പാടാണ്. പക്ഷെ അതല്ലാതെ എല്ലാം നല്ലതാണ്, യൂസ് ചെയ്യാൻ എളുപ്പമാണ്. 1500 താഴെ നിങ്ങൾക്ക് ആമസോണിൽ കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗാജിക്കടയിൽ ഇനി അറിയുന്നത്. ബൈ.